Good morning everyone. I am Dr. Adra from Prana Homeopathy. ഇന്ന് നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു 70 to 80% പേഷ്യൻസിന് കേസ് എടുത്താൽ അതിനകത്ത് വൈറ്റമിൻ ഡി കുറവായിരിക്കും. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറവ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ? ഇപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അത് കുറയുന്നതുകൊണ്ട് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമുക്ക് വൈറ്റമിൻ ഡി കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കുണ്ടാകുന്ന ഹെയർ ഫോള്, അതുപോലെ മസിൽ വീക്ക്നെസ്, മസിൽ അല്ലെങ്കിൽ ബോൺ പെയിന്, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ, അങ്ങനെയുള്ളതിനൊക്കെ വൈറ്റമിൻ ഡി ഇപ്പോൾ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, സ്ട്രെസ്, അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെല്ലാം വൈറ്റമിൻ ഡി ഇപ്പം മെയിൻ റീസൺ. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കൊണ്ട് നമുക്കിപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു സ്കെലിറ്റൽ അബ്നോർമാലിറ്റിയാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കാൽഷ്യം അബ്സോർഷനെ കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ പലതായിട്ട് നമ്മുടെ ബ്രോൺ ബ്രേക്കേജ്, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, അങ്ങനെയുള്ള പല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ വൈറ്റമിൻ ഡി നോർമലി ഏത് ലെവലിലാണ് നമുക്ക് സഫിഷ്യൻ ലെവൽ എന്ന് പറയുന്നത്? നോർമലി നമ്മൾ വൈറ്റമിൻ ഡി റിസൾട്ട് എടുക്കുകയാണെങ്കിൽ 20ൽ കുറവാണെന്നുണ്ടെങ്കിൽ അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് തന്നെയാണ്. എപ്പോഴും നമ്മളൊരു 20ൽ കൂടുതലായിട്ട് വൈറ്റമിൻ ഡി നിർത്താൻ നോക്കണം. ഒരു 20 to 30 റേഞ്ചൊക്കെ ആണെങ്കിൽ ഒരു ഓക്കെ എന്ന് പറയാൻ പറ്റും. എന്നാലും 20ൽ ഇപ്പം വരുന്ന പല റിസൾട്ട്സിലും വൈറ്റമിൻ ഡി 15 അല്ലെങ്കിൽ 10 അതേ റേഞ്ചിലൊക്കെയാണ്. വൈറ്റമിൻ ഡി 15 എന്നൊക്കെ പറയുന്നത് വളരെ ലോ ആണ്, 10 എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ വൈറ്റമിൻ ഡി സഫിഷ്യൻ്റായിട്ട് നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മെയിനായിട്ട് ചെയ്യാവുന്നത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമുക്കത് കൂടുതലായിട്ട് സൺലൈറ്റ് വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു 15 minutes മാക്സിമം സൂര്യപ്രകാശം ഏൽക്കണം. എന്നാൽ മാത്രമേ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യൂ. വൈറ്റമിൻ ഡി ഉള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി നമ്മുടെ ഫാറ്റി ഫിഷസിൽ, അതുപോലെ സാർഡൈൻ, ടൂണ, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സിലൊക്കെ വൈറ്റമിൻ ഡി ഉണ്ടാകാം. അതുപോലെ മഷ്റൂമിലുണ്ട്, എഗ് യോക്കിലൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട്. എന്നാലും നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഭയങ്കര ലോ ലെവലൊക്കെ ആണെങ്കിൽ ഫുഡ് കൊണ്ട് മാത്രം നമുക്കതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് സപ്ലിമെൻറ്റ്സ് ആവശ്യമായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ പക്ഷേ നമുക്ക് സൺലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം വെയിൽ കൊള്ളുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. സോ സൺലൈറ്റിൽ നിന്ന് ഇപ്പോൾ സഫിഷ്യൻ്റായിട്ട് വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭയങ്കര ലോ ലെവലുള്ള ആൾക്കാർക്ക് ചിലപ്പം കൂടുതലായിട്ട് നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യം വന്നേക്കും. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഡോസ് പ്രകാരം നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽ അനുസരിച്ചൊക്കെയാണ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വൈറ്റമിൻ ഡി ഒരു സഫിഷ്യൻ്റ് ലെവലിൽ നിർത്തണം. കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ വൈറ്റമിൻ ഡി വഴി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു വൈറ്റമിൻ ഡി എപ്പോഴും ഒരു നോർമൽ റേഞ്ചിൽ കീപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു.